ഡൽഹിയിൽ വമ്പൻ അട്ടിമറി. തെരഞ്ഞെടുപ്പ് ഫലം വരാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കുമ്പോൾ ബി.ജെ.പിയുടെ വലിയ അട്ടിമറിയുടെ കഥയാണിപ്പോൾ പൊളിഞ്ഞു വന്നിരിക്കുന്നത്. 105 കോടിയാണ് രാത്രിക്ക് രാത്രി കൊണ്ട് സ്ഥാനാർത്ഥികൾക്ക് ചാക്കിലാക്കി കൊടുക്കാനുള്ള തയ്യാറെടുപ്പ് തുടങ്ങുന്നത്. എല്ലാ എക്സിറ്റ് പോൾ ഫലങ്ങളും ബി.ജെ.പിക്ക് അനുകൂലമാകുമ്പോഴും ഒരു തൂത്തുവാരൽ സാധ്യമായില്ലെങ്കിലോ എന്ന് മുന്നിൽ കണ്ടുകൊണ്ടാണിപ്പോൾ ബി.ജെ.പി ഓപ്പറേഷൻ ലോട്ടസുമായി ഇറങ്ങിത്തിരിക്കുന്നത്. ഈ കാര്യമാണിപ്പോൾ ചൂണ്ടിക്കാണിച്ചിരിക്കുന്ന ഡൽഹി മുൻ മുഖ്യമന്ത്രിയായിരുന്ന അരവിന്ദ് കെജ്രിവാൾ. അതുപ്രകാരം 7 സ്ഥാനാർത്ഥികൾക്ക് 15 കോടി വീതം നൽകണമെന്ന് ബി.ജെ.പിയുടെ തീരുമാനം. അതുകൊണ്ട് തന്നെ ഇനി മുന്നിലുള്ളത് റിസോർട്ട് ആണ്. അല്ലാതെ എ.പി സ്ഥാനാർത്ഥികളെ സംരക്ഷിച്ചു നിർത്താൻ യാതൊരു വഴിയും കെജ്രിവാളിന് മുന്നിലില്ല. 15 കോടി വിലയിട്ട 7 സ്ഥാനാർത്ഥികളെ ഉടനെ റിസോർട്ടിലേക്ക് മാറ്റേണ്ടി വരുമെന്ന കാര്യത്തിൽ സംശയവുമില്ല. കർണാടകയിലും മധ്യപ്രദേശിലും ഹിമാചലിലും രാജസ്ഥാനിലും ഒക്കെ ഈ റിസോർട്ടിന്റെ രാഷ്ട്രീയം കണ്ടതാണ്. ഈ റിസോർട്ടിലേക്ക് മാറ്റലിന്റെ രാഷ്ട്രീയം അതെല്ലാം ബി.ജെ.പി അധികാരത്തിൽ വന്നതിന് ശേഷമാണ് നമ്മൾ ഇത്രയാവർത്തി കണ്ടതും കേട്ടതും. അത്തരത്തിലൊരു സാധ്യത ഡൽഹിയുടെ കാര്യത്തിൽ നടന്നുകൂടാ എന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം എക്സിറ്റ് പോളുകൾ തെറ്റിയ ചരിത്രം മുന്നിൽ നിൽക്കുന്ന ഒരിടം കൂടിയാണ് ഡൽഹി. ഇവിടെ ഈ വിഷയത്തിൽ അരവിന്ദ് കെജ്രിവാൾ പറയുന്നതിൽ യാതൊരു കാര്യവുമില്ല എന്ന് ബി.ജെ.പി ആവർത്തിച്ചു പറയുന്നത്. അതുകൊണ്ട് തന്നെ അന്വേഷണത്തിന് ശുപാർശ ചെയ്യുകയാണ് ലഫ്റ്റനന്റ് ഗവർണർ. ഇവിടെ ഈ വിഷയത്തിൽ അരവിന്ദ് കെജ്രിവാൾ പറയുന്നതിൽ യാതൊരു കാര്യവുമില്ല എന്നാണ് ബി.ജെ.പി ആവർത്തിച്ച് പറയുന്നത്. അതുകൊണ്ട് തന്നെ അന്വേഷണത്തിന് ശുപാർശ ചെയ്തിരിക്കുകയാണ് ലഫ്റ്റനന്റ് ഗവർണർ. ഇവിടെ എടുത്തു പറയേണ്ടുന്ന മറ്റൊരു കാര്യം രാഹുലിന്റെ ഇന്നത്തെ പത്രസമ്മേളനമാണ്. മഹാരാഷ്ട്രയിലെ വോട്ടർ ലിസ്റ്റ് കമ്മീഷൻ പുറത്തുവിടണം എന്ന് തന്നെയാണ് രാഹുൽ പറയുന്നത്. എങ്ങനെയാണ് 39 ലക്ഷം അധിക വോട്ട് ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്കിടയിൽ വർദ്ധിച്ചത് എന്ന കണക്ക് കാണിക്കണമെന്നാണ് ആവർത്തിച്ച് ആവശ്യപ്പെടുന്നത്. അതുകൂടി ഡൽഹിയുടെ കാര്യത്തിൽ ഒന്ന് നോക്കി കാണേണ്ടതുണ്ട്. ഇവിടെ ആം ആദ്മി പാർട്ടി നേതാവും രാജ്യസഭാ എം.പിയുമായ സഞ്ജയ് സിംഗ് ആണ് ആരോപണവുമായി ആദ്യം രംഗത്തെത്തിയത്. തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് 7 എ.പി സ്ഥാനാർത്ഥികളെ വിളിച്ച് ബി.ജെ.പിയിൽ ചേരാൻ 15 കോടി രൂപ വാഗ്ദാനം ചെയ്തു എന്നതാണ് അദ്ദേഹത്തിന്റെ ആരോപണം. ഫലത്തിൽ മുൻപ് ബി.ജെ.പി പരാജയം സമ്മതിച്ചു എന്ന് ഇതിൽ നിന്ന് വ്യക്തമാണ്. അതിനാലാണ് ഇത്തരം പ്രവർത്തികൾക്ക് ശ്രമിക്കുന്നത് എന്നാണ് അദ്ദേഹത്തിന്റെ വാദം. ഇത്തരം വാഗ്ദാനങ്ങളുമായി വരുന്ന ഫോൺ കോളുകൾ റെക്കോർഡ് ചെയ്യാനും ഓഫറുകൾ നൽകാനായി നേരിട്ടെത്തിയാൽ ഒളിക്യാമറകൾ ഉപയോഗിക്കാനും എ.പി തങ്ങളുടെ സ്ഥാനാർത്ഥികളോട് നിർദ്ദേശിച്ചിട്ടുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞു. ജനാധിപത്യത്തെ ചവിട്ടി മെതിക്കുന്നതിലും നിയമസഭാംഗങ്ങളെ വിലയ്ക്ക് വാങ്ങുന്നതിലും സർക്കാരുകളെ തകർക്കുന്നതിലും വിശ്വസിക്കുന്ന പാർട്ടിയാണ് ബി.ജെ.പി എന്നും അദ്ദേഹം ആരോപിച്ചു. ബി.ജെ.പിയുമായി ബന്ധപ്പെട്ടതായി ആരോപിക്കപ്പെടുന്നവരിൽ ചിലർ സിറ്റിംഗ് നിയമസഭാംഗങ്ങളാണ് എന്നും ബാക്കിയുള്ളവർ എ.പി സ്ഥാനാർത്ഥികളാണ് എന്നും അദ്ദേഹം ആരോപിക്കുന്നുണ്ട്. എന്താണെങ്കിലും അരവിന്ദ് കെജ്രിവാളും എ.പിയും പറയുന്നത് പോലെയാണ് കാര്യങ്ങൾ എങ്കിൽ 105 കോടിയുമായി ബി.ജെ.പി എത്തിയിട്ടുണ്ടെങ്കിൽ ഇനി കാണാൻ പോകുന്നത് വലിയ ട്വിസ്റ്റുകളായിരിക്കും. നാളെയാണ് തെരഞ്ഞെടുപ്പ് ഫലം.